യുവതലമുറയുടെ സദാചാര ചിന്ത വളരെ വ്യത്യസ്തമാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ സുപ്രീം കോടതി ഇടപെട്ടിരുന്നു. ഒരു പുരുഷൻ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകുമ്പോൾ തന്നെ അയാൾ എന്തെങ്കിലും കാരണത്താൽ ആ തീരുമാനം മാറ്റാനുള്ള സാഹചര്യം കൂടി സ്ത്രീകൾ മുന്നിൽ കാണേണ്ടത് അനിവാര്യമാണെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തി എന്ന ആരോപണം ഉണ്ടായ ഒരു കേസിൽ വാദം കേൾക്കുന്നതിനിടയിലാണ് ബുധനാഴ്ച കോടതി ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയാലുടൻ പുരുഷന് തന്റെ മേൽ എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചു നൽകുന്നത് എന്ത് ചിന്തയുടെ അടിസ്ഥാനത്തിലാണെന്നും കോടതി ചോദിച്ചു. നേരത്തെ വിവാഹം ഉറപ്പിച്ചിരുന്ന പെൺകുട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറിയ പുരുഷനെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയബന്ധം തകരുന്ന സംഭവങ്ങളിലെല്ലാം അവർ തമ്മിലുണ്ടായിരുന്ന ലൈംഗിക ബന്ധം പങ്കാളിയുടെ നിർബന്ധം മൂലം ഉണ്ടായതായിരിക്കും എന്ന് തീർച്ചപ്പെടുത്താനാവില്ല. പരസ്പര സമ്മതത്തോടെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും സമൂഹത്തിന്റെ മുൻവിധി മൂലം മിക്കപ്പോഴും പുരുഷന്മാരാണ് പ്രതിസ്ഥാനത്തെത്തുന്നത്. എന്നാൽ ഇത് എല്ലായ്പ്പോഴും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് MM സുരേഷ്, ജസ്റ്റിസ് രാജേഷ് ബിന്ദൽ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസിൽ വാദം കേട്ടത്. സദാചാരം അടക്കമുള്ള കാര്യങ്ങളിലുള്ള ഇന്നത്തെ ലോകത്തിന്റെ കാഴ്ചപ്പാട് പരിശോധിച്ചു നോക്കുമ്പോൾ പെൺകുട്ടികൾ കുറച്ചുകൂടി ചിന്താശേഷിയുള്ളവരായിരിക്കണം എന്ന് കോടതി ബെഞ്ച് ആവശ്യപ്പെട്ടു. വിവാഹം തീരുമാനിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിലും വീട്ടുകാർ ഇടപെട്ടാണെങ്കിലും അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തകരാനുള്ള സാഹചര്യവും ഉണ്ട് എന്ന സത്യം പെൺകുട്ടികൾ മറക്കരുത്. അല്ലെങ്കിൽ പിന്നീട് അത് ആ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ശിക്ഷയായി തീരും. നിങ്ങൾ പ്രായപൂർത്തിയായവരല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തരായവരല്ലേ, പിന്നെയും എങ്ങനെയാണ് വിവാഹ വാഗ്ദാനങ്ങളിൽപ്പെട്ട് വഞ്ചിതരാവുന്നത്? എങ്ങനെയാണ് അത്തരം ഒരു ബന്ധം ശാരീരികമാവുന്നതും? എല്ലാ ബഹുമാനത്തോടെയും പറയുകയാണ്, ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് യുവതലമുറയുടെ സദാചാരവും ധാർമ്മികവുമായ ചിന്തകൾ നമ്മൾ കണ്ടുവരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഈ കേസിലെ പെൺകുട്ടിയുടെ വാദത്തെ കോടതി പിന്താങ്ങുകയാണെങ്കിൽ ഈ രാജ്യത്തെ കോളേജുകളിലും മറ്റിടങ്ങളിലുമുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇടയിലുള്ള പ്രണയബന്ധങ്ങളെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടതായി മാറും, കോടതി വ്യക്തമാക്കി. ഇത്തരം സാഹചര്യങ്ങളെല്ലാം സമൂഹത്തിന്റെ യാഥാസ്ഥിതികമായ ചിന്താഗതികളും വ്യവസ്ഥിതികളിലെ പഴുതുകളും പുരുഷനെ ഏകപക്ഷീയമായി എല്ലായ്പ്പോഴും കുറ്റവാളിയാക്കി മുദ്രകുത്താനുള്ള പ്രവണത കാണിക്കുന്നുണ്ടെന്നും കോടതി കുറ്റപ്പെടുത്തി. അതേസമയം തന്റെ കക്ഷിയും പ്രതിസ്ഥാനത്തുള്ള പുരുഷനും തമ്മിൽ ഉണ്ടായിരുന്നത് പ്രണയബന്ധമായിരുന്നില്ലെന്നും മറിച്ച് വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച വിവാഹബന്ധമായിരുന്നുവെന്നും പെൺകുട്ടിയുടെ അഭിഭാഷക പറഞ്ഞു. പുരുഷൻ ആവശ്യപ്പെട്ടതിന് വഴങ്ങിയില്ലെങ്കിൽ അയാൾ വിവാഹത്തിൽ നിന്നും പിന്മാറുമോ എന്നും അത് തനിക്കും കുടുംബത്തിനും സമൂഹത്തിൽ ഉണ്ടാവുന്ന അപമാനം ഭയന്നുമാണ് സ്ത്രീ ലൈംഗിക ബന്ധത്തിന് സമ്മതിച്ചതെന്നും സ്ത്രീയുടെ വക്കീൽ വാദിച്ചു. സമൂഹത്തെക്കുറിച്ചുള്ള ഭയമാണ് പെൺകുട്ടിയെ ഇത്തരമൊരു സാഹചര്യത്തിൽ എത്തിച്ചത്. അവർ തമ്മിലുണ്ടായ ലൈംഗിക ബന്ധം പുരുഷന് വലിയ സംഭവമൊന്നും ആയിരുന്നില്ല. സ്ത്രീകൾക്ക് അത് അങ്ങനെയല്ല. എന്നാൽ അവൾ അയാളെ ഭർത്താവായാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇയാളുടെ ഇംഗിതത്തിന് വഴങ്ങിയത്, പെൺകുട്ടിയുടെ അഭിഭാഷകയായ മാധവി ദിവാൻ കോടതിയെ അറിയിച്ചു. എന്നാൽ കേസിൽ ഉൾപ്പെട്ട രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് കേട്ട ശേഷമേ കേസിൽ വിധി പറയൂ എന്ന് ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി ഇക്കാര്യത്തിൽ ലിംഗവിവേചനം കാണിക്കില്ല. പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ പ്രത്യേകം പരിഗണന ലഭിക്കില്ല. രണ്ടുപേരുടെയും വാദം ഒരുപോലെ കേൾക്കും. എനിക്കും ഒരു മകളുണ്ട്, എൻ്റെ മകളാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഇതുപോലെയുള്ള ഒരു കേസിനെ ഞാൻ വളരെ വിശാലമായ കാഴ്ചപ്പാടിലൂടെയേ നോക്കി കാണൂ എന്നു ജസ്റ്റിസ് സുന്ദരേഷ് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്തിമമായി ഇത്തരം കേസുകളിൽ സ്ത്രീകളെ തന്നെ നിയമം ഇരയായി പരിഗണിക്കുകയുള്ളൂ എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.